എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ ഹൂ ഡൺ ഇറ്റ് എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ സംസാരിച്ചത് ഷെർലക് ഹോംസും അഗത ക്രിസ്റ്റിയായിരുന്നു. അത് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെറിയ ചെറിയ ആളുകളിലേക്ക് പോകാം. ഇപ്പോൾ ഒരെണ്ണം എനിക്ക് പറയാനുണ്ടായിരുന്നത് നമ്മുടെ കീഗോ ഹിഗാഷിനോയുടെ കഥകളാണ്. ദൃശ്യത്തിൻ്റെ ഒറിജിനൽ അതായിരുന്നു എന്നൊരു ഇതുണ്ടല്ലോ, ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ്. അപ്പം ഞാൻ അതും വായിച്ചിട്ടുണ്ട്, മറ്റേ സാൽവേഷൻ ഓഫ് എ സെയിൻറ്റും വായിച്ചിട്ടുണ്ട്. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു. അതിനേക്കാൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിൽ ആ ജാപ്പനീസ് കൾച്ചർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. നമുക്ക് വളരെ ഇമ്മേഴ്സീവായിട്ട് തോന്നും. നമ്മൾ ജപ്പാനിൽ പോകുന്ന പോലെയൊക്കെയാണ് ആ കഥകൾ, അവിടെ നടക്കുന്ന സംഭവവും അവിടുത്തെ മഴയും ആ ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നു തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് രണ്ടും വളരെയധികം എൻജോയ് ചെയ്തതാണ്. എന്താണ് നിങ്ങളെല്ലാവരും വായിച്ചതാണല്ലോ അത്? എങ്ങനെയാണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? എനിക്ക് ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ് എൻ്റെ ജാപ്പനീസ് ഫിലിമേ ഞാൻ കണ്ടുള്ളൂ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അവിടെ ദ ഹീറോ ഹാസ് എ മോറൽ ഫ്ലോ. അപ്പം ദൃശ്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിൽ നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ദൃശ്യം ഈസ് മൈൻഡ് ബ്ലോയിങ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സിനകത്ത് ഞാൻ ആ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ നോക്കാം. ബിക്കോസ് I feel like everyone should watch that movie or read that book, because ആ ഒരു murder cover-upന് ശേഷം that hero goes an extra step, and that is highly എന്താ പറയുന്നത്, controversial എന്നല്ല, it's like നമ്മുടെ മോറൽസിനെ നമ്മൾ ചോദ്യം ചെയ്യും. ബിക്കോസ് വി ആർ സ്റ്റിൽ rooting for that hero, and what he did is unforgivable. But പുള്ളിയുടെ I mean, that's his point of view. That's his, ultimate goal. Like മാർഗത്തെ സാധൂകരിക്കും എന്നുള്ളത്. Like he has to make sure that she will be free of that guilt. പുള്ളിക്ക് അവരോടുള്ള ആ ലവിന്റെ അൾട്ടിമേറ്റ് ഇതാണ്, മാനിഫെസ്റ്റേഷൻ ആണ് ഡിവോഷൻ എന്ന് പറയുന്നത്. ലവ് അല്ല, ഡിവോഷൻ ആണ് ശരിക്കും. ശരിയാണ്, ഡിവോഷൻ ആണ്. സോ ദാറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. ലൈക്ക് ആ പടം കണ്ടു ഞാൻ തലേ കൈവച്ചു പോയി. That's how well they did that character. I mean, I think for a while we are all kind of tired of heroes with upright morals. I mean, okay, we can understand vigilante justice also, but this wasn't vigilante justice. This isn't. I mean, Drishyatile he's doing it for his family. Other where you understand, as a father he had to do what he had to do to protect his family. നിവൃത്തിയില്ല, അതാണ്. പക്ഷെ ഇതിന്റെ പ്രൊഫസർ ഡോക്ടർ ഗലീലിയോ പുള്ളി ചെയ്യുന്നത്, ഡിറ്റക്റ്റീവ് ഗലീലിയോ ചെയ്യുന്നത് ഇസ് ഔട്ട് ഓഫ് ഒരാളോട് തോന്നുന്ന ഒരു സ്നേഹത്തിന്റെ പുറത്താണ്. അയാളുടെ ഭാര്യയോ കുട്ടിയൊന്നും അല്ല. അവിടെ എന്തെങ്കിലും നടന്ന അയാൾക്ക് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി അതിന്റെ ഒരു ഹിന്ദി മൂവി വന്നിരുന്നു, കരീന കപൂർ വെച്ചിട്ട് നെറ്റ്ഫ്ലിക്സ് വന്നു. ജയദീപ് ബഹാവത്ത് മറ്റേ ഗലീലിയോയുടെ റോളിൽ. ആള് കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു, മീൻസ് മെയിൻ ക്യാരക്ടർ. പിന്നെ പോലീസ് ഓഫീസർ വിജയ് വർമ്മ, അവരൊക്കെ അത്യാവശ്യം. കരീന കപൂർ പുള്ളി വളരെ നല്ലൊരു നടനാണ്. പാതാൾ ലോക് പുള്ളിയുടെ അല്ലേ. He does those kind of negative roles really well. So ഡാൻസ് കളിച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഇൻട്രസ്റ്റ് ആയി പോയി. Actually I didn't expect that out of him. ഇയാളൊരു ഓൾറൗണ്ടർ ആണല്ലോ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് കമേഴ്ഷ്യൽ സിനിമ കിട്ടുന്നു? We digress. ഗലീലിയോ. Okay. എനിക്ക് സാൽവേഷൻ ഓഫ് സെയിന്റ് ഞാൻ വായിച്ചിട്ട് എനിക്ക് 4-5 കൊല്ലം. എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. എന്തോ ഒരു ഡിവോഴ്സ് എന്തോ വെച്ചിട്ട്, ഒരു ഹസ്ബൻഡ് മരിക്കും ആൻഡ് ഭാര്യയാണ് സസ്പെക്ട്. ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴാണ് അയാൾ മരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ബ്രില്യന്റ്ലി ഡൺ മർഡർ ആയിരുന്നു. ആൻഡ് ഷീ ഹാഡ് എ റീസൺ വൈ ഷീ ഡിഡ് ഇറ്റ്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഡിറ്റക്റ്റീവ് ഗലീലിയോന്റെ ബുക്സിൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ
വളരെ ഒരു മോറൽ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ് ഈ ക്രൈംസ് ചെയ്യുന്നത്. അതായത് നീതിയും ന്യായ ജസ്റ്റിസിന്റെ ഭാഗത്താണ്. ആൻഡ് ഷീ ഹാഡ് എ റീസൺ. ഐ തിങ്ക് പറഞ്ഞത് സ്പോയിലർ ആയിപ്പം. യു ഷുഡ് റീഡ് ദാറ്റ് ബുക്ക്. ബിക്കോസ് ഭാര്യയാണ് സസ്പെക്ട് ആവുന്നത്. ആൻഡ് യു നോ ഷീ ഡിഡ് ഇറ്റ്, ബട്ട് യു കനോട്ട് പ്രൂവ് ബിക്കോസ് ഷീ വാസ് നോട്ട് ഈവൻ ദേർ. ഈ മരണം നടക്കുമ്പോൾ അയാൾ മരിച്ചത് എന്തുകൊണ്ടാണെന്ന് അവർക്കറിയാം, പക്ഷെ അയാൾ എങ്ങനെ മരിച്ചു, പോയിസൺ ഉള്ളിൽ ചെന്നിട്ടാണ് അയാൾ മരിക്കുന്നത്. പുള്ളിക്കാരത്തി വീട്ടിലുണ്ടായില്ല ആ സമയത്ത്. correct. പുള്ളിക്കാരത്തി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് വിചാരിക്കും ഇയാളുടെ ചായ കപ്പിലൊക്കെ ഈ സ്ത്രീ പോയിസൺ പരട്ടി വെച്ചതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇയാള് കുടിച്ച കപ്പിൽ മാത്രമേ പോയിസൺ ഉള്ളൂ. ബാക്കി കപ്സ് അപ്പം സോ സംതിങ് ഏത് കപ്പ് വേണമെങ്കിൽ ഏത് കപ്പ് വേണമെങ്കിൽ എടുക്കാമല്ലോ. വാട്ട് ആർ ദ ഓഡ്സ്? വാട്ട് ആർ ദ ഓഡ്സ്? അപ്പൊ ബാക്കി കപ്പിലൊന്നും പോയിസൺ ഇല്ല. പക്ഷെ ദേ ചെക്ക് ദ കോഫി കുടിച്ചിട്ടാണ്. കോഫിയോ ടീ? കോഫി ആണെന്നാണ് എന്റെ വിശ്വാസം. ടീ ആണോ കോഫിയാണോ? ബിക്കോസ് അതൊക്കെ അവർ ചെക്ക് ചെയ്യും. ഷുഗർ ഇതിലൊക്കെ പോയിസൺ ഉണ്ടോ? ഇതിലൊന്നും പോയിസൺ ഇല്ല. സോ ഹൗ ഡിഡ് ഹി ഡൈ? അതാണ് അതിന്റെ മിസ്റ്ററി ഓഫ് ഹൗ വെൽ ഷീ ഹാഡ് പ്ലാൻഡ് ദാറ്റ് മർഡർ എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. ആൻഡ് it comes with the backstory of why she did it, and you know it's very justifying. അയാൾ മരിക്കേണ്ട ആളായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഹൗ തോട്ട്ഫുൾ ഷി വാസ് ഇൻ ഹർ ഇത്. അതുമാതിരി വേറൊരു സീരീസ് ഡിറ്റക്റ്റീവ് കാഗ എന്ന് പറഞ്ഞിട്ട്, ഇയാൾക്ക് രണ്ട് സീരീസ് ഉണ്ടായില്ല. ഒന്നാണ് ഈ ഗലീലിയോ. എനിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഗലീലിയോ സീരീസ് ആണ് കാഗയെ കാട്ടിലും. കാഗ ഇതുമാതിരി തന്നെ വെരി നല്ല കഥകളാണ്, പക്ഷെ അതൊന്നും എനിക്കൊട്ടും എനിക്ക് ഗലീലിയോന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറൊരു മറ്റേ ജാപ്പനീസിന്റെ ഒരു കോസി ഇതുണ്ടല്ലോ, റീഡിങ്, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് കോൾഡ്. ഒരു നാമിയ ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുണ്ട്. ഇഫ് യു ഹവ് നോട്ട് റെഡ് ഇറ്റ്, ആക്ച്വലി അത് നല്ലൊരു ബുക്കാണ്. ഇറ്റ്സ് വെരി സോഫ്റ്റ് മിസ്റ്ററി ആണ്. ഒരു ജനറൽ സ്റ്റോർ, ഒരു മാജിക്കൽ ജനറൽ സ്റ്റോറിനകത്ത് 3 പിള്ളേര് പെട്ടുപോകുന്നതാണ്. എന്നിട്ട് അവർക്ക് ലെറ്റേഴ്സ് കിട്ടി തുടങ്ങും ഇതിന്റെ ലെറ്റർ ബോക്സിലൂടെ സ്റ്റോറിന്റെ. ആൻഡ് ദേ സ്റ്റാർട്ട് റെസ്പോണ്ടിങ് ടു ഇറ്റ്. അങ്ങനെ ഒരു രാത്രി നടക്കുന്ന ഒരു കഥയാണത്. ഇറ്റ്സ് ക്വൈറ്റ് നല്ല രസമുള്ളൊരു കഥയാണ്. അവരുടെ മറ്റേ അൺടിൽ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്നൊക്കെ പറഞ്ഞ ആ സീരീസ് ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ആ സെയിം ജോണറിൽ വരുന്ന ബുക്കാണ്. ദ മിറക്കിൾസ് ഓഫ് നാമിയ ജനറൽ സ്റ്റോർ, അതാണ് ബുക്കിന്റെ പേര്. Japanese authors are a breed apart. ശരിക്കും നമുക്ക് ആ കൾച്ചറിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കൾച്ചറിൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാം. ഇവരുടെ ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ടോ? ഔട്ട് ഓഫ് ദിസ് വേൾഡ്. കിളിവാറും എന്താണ് പറഞ്ഞുണ്ടായിരുന്നല്ലോ, ഹോണി ബാബ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമാണ്. ഇങ്ങനെ മുഖത്തൊരു സാധനം ഇട്ടിട്ടുള്ള ഒരു മാസ്ക് വെക്കണം. അതെ. ഈ ഓൺറിയു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ജാപ്പനീസ് ഗോസ്റ്റ്. ആക്ച്വലി ഓൺറിയു അങ്ങനെ എന്തോന്ന് പേര് പറയുന്നത്. നമ്മുടെ റിംഗു കണ്ടോ? റിംഗിന്റെ ഒറിജിനൽ റിംഗു, പിന്നെ ഗ്രഡ്ജിന്റെ ഒറിജിനലും ഉണ്ട്. ഇത് രണ്ടും ഗ്രഡ്ജിന്റെ മറ്റേ ആ ഒരു ഡെത്ത് റാറ്റിൽ ഒരു കുട്ടിയും ഒരു സ്ത്രീയും വരുന്നത് കണ്ടിട്ടില്ല? ഗ്രഡ്ജിലെ മുടി സിങ്കില് ഇങ്ങനെ അതെ, കറങ്ങി. അതെ. എനിക്കതൊരു ഇപ്പോഴും അതൊരു പേടി വിട്ടുന്ന ഇതാണ്. ബാത്റൂമിൽ പോയ ഷവറിന് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ പേടി. കുളിക്കണോ വേണ്ടി ഒന്ന് രണ്ടു വട്ടം അല്ലെങ്കിൽ ഇൻ ജനറൽ റൈറ്റ്, ഏഷ്യൻ ഹൊറർ ഒരു എനിക്ക് ഇത് ഏതാന്നൊരു ഓർമ്മയില്ല. ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഒരു കഥയുണ്ട്. ഷട്ടർ ആണോ? ഷട്ടർ തായ് ഹൊറർ ആട്ടോ. സിവി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. സിവി എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയായിട്ട് വന്നായിരുന്നു, അതല്ലേ? അയാള് കുറെ റീമേക്സ് ഉണ്ടായിരുന്നു ഇന്ത്യൻ. ഒരു തോള് വേദന വരുന്നത് ഷട്ടർ. അവരുടെ ഫോക്ലോറിലും കാണാം ലൈക്ക് യുനോ വെരി വെഞ്ച്ഫുൾ ഗോസ്റ്റ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ എഴുത്തിൽ ഈ റിഫ്ലക്ട് ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ്സ് എ ബിറ്റ് അൺയൂഷ്വലി ക്രൂവൽ, മേ ബി ദർ ഇസ് എ സ്ലൈറ്റ് ഡിസ്റിഗാർഡ് ഫോർ ലൈഫ്, അങ്ങനെയൊക്കെ കാണാം. എനിക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൂഡണിറ്റ് ഞാൻ വായിച്ചത് സോജി ഷിമാഡ. ഓതറിന്റെ പേര് കറക്റ്റ് ആയിട്ടാണ് ഉച്ചരിക്കുന്നതെന്ന് അറിയില്ല. പുള്ളിയുടെ ദ ടോക്കിയോ സോഡിയാക് മർഡേഴ്സ് എന്നൊരു ബുക്ക് വായിച്ചു.
And I think ഞാൻ it has a കേട്ടിട്ടുള്ള ടോക്കിയോ സൂഡിയാക് മർഡർ oh, വായിക്കണം എന്ന് ബുക്കുണ്ട്, വിചാരിച്ചിരുന്നു. വായിച്ചിട്ടില്ല. I ബുക്കുണ്ട്. strongly recommend that because it's more of a how done it rather than a who done it. And ഇത് ഈ ലോക്ക്ഡ് റൂം മിസ്റ്ററി എന്ന് പറയുന്നൊരു ജോൺറ ഉണ്ട്. ലൈക്ക് നമ്മുടെ ഷെർലക് ഹോംസ് പോലെ ഒന്നുമല്ല. ലൈക്ക് ദേ ഗിവ് യു ഓൾ ദ ക്ലൂസ് പോസിബിൾ ടു യു. ഒരു ബുക്കിന്റെ കട്ട് എത്തുമ്പോൾ നമ്മളോട് പറയും you have all the information that the detective also has. Before proceeding, you have the opportunity to deduce this yourself. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി തരികയാണ്. തല കുത്തി ആലോചിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കത് കിട്ടില്ല. അങ്ങനത്തെ ജീനിയസ് ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കുറെ നേരം കുത്തി ആലോചിച്ചു ഇതിന് എന്ത് ക്ലൂ ആണ് അവര് തന്നേന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടും. ഞാൻ ആലോചിക്കാനേ പോയില്ല. അപ്പൊ തന്നെ പേജ് മറിച്ച് വായിച്ചെന്താണ്ടായെന്ന് അറിയാനായിട്ട്. നമ്മുടെ ഇത് KLF ഇല്ലേ, KLF-നകത്തൊരു ടോക്ക് ഉണ്ടായിരുന്നു ക്രൈം സാഹിത്യത്തെ പറ്റിയിട്ട്. അപ്പൊ അതില് പ്രവീൺ ചന്ദ്രൻ, ഛായാമരണമൊക്കെ എഴുതിയ പ്രവീൺ ചന്ദ്രൻ റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണത്. എല്ലാവർക്കും വേണ്ടിയിട്ട് റെക്കമെൻഡ്. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്നത്. വായിച്ചിട്ടില്ല, എടുത്തു വെച്ചേക്കുവാണ്. ഞാൻ കുറെ നാളിന് ശേഷമാണ് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ. ലൈക്ക് അഗൈൻ ബ്ലൂ മൈ മൈൻഡ്. മർഡർ ഇൻ ദ ക്രൂക്കഡ് ഹൗസ് അയാളുടെ തന്നെയാണ്. ഇതിലൊക്കെ ബുക്ക് തുടങ്ങുമ്പോ വീടിന്റെ പ്ലാൻ ഉണ്ട്. ഈ ക്രൂക്കഡ് ഹൗസിന്റെ വീടിന്റെ പ്ലാനും എല്ലാം നമുക്ക് തരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഓൺലി പ്രോബ്ലം ഇസ് ഇയാൾ മൾട്ടിപ്പിൾ ബുക്സ് എഴുതിയിട്ടുണ്ട്. ജാപ്പനീസ് അറിയാത്തത് കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. സെയിം തിങ് ആണ് ഈ മറ്റേ യുക്കി ടു അയാത് സൂജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡെക്കഗൻ ഹൗസ് മേർഡേഴ്സ്. ഈ എല്ലാം ഇങ്ങനെ ഒരു വീടിൽ സംഭവിക്കുന്ന മേർഡേഴ്സ്, അതിന്റെ ഓത്തർ. അഗെയിൻ സെയിം പ്രോബ്ലം ആണ്. ബുക്ക് ഇറങ്ങണില്ലേ. നമ്മളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത ട്രാൻസ്ലേഷൻ വരെ. ഫ്ലവർ ഹൗസ് മേർഡേഴ്സ്, മിൽ ഹൗസ് മേർഡേഴ്സ്, ഇങ്ങനത്തെ കുറെ ഹൗസ് ആണ്. എല്ലാത്തിനും ഇങ്ങനത്തെ കുറെ വിയർഡ് ഹൗസസ് ആണ്. അഗെയിൻ ലോക്ക്ഡ് റൂം മിസ്റ്ററീസ് നെക്സ്റ്റ് ലെവൽ ആണ്. നമ്മൾ ഈ അഗത ക്രിസ്റ്റീൻ ഷെർലക് ഹോംസും വായിക്കുന്ന ഇതല്ല. ആസ് എ റീഡർ യു ആർ ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി ടു സോൾവ് എന്നുള്ളത് ഒരു രസമല്ലേ. നമുക്ക് എന്നിട്ടും കൂടെ നമുക്ക് മനസ്സിലാവത്തില്ല. It feels like they are giving us a fair playing field. അത് നമുക്കും ചാൻസ് തന്നിട്ടുണ്ട്. ഹോൺകാക്കു എന്നാണ് പറയുന്നത്. നമ്മള് പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അംഗീകരിക്കുകയാണ്, ഓക്കെ വി ആർ ഇഡിയറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിറ്റക്റ്റീവ്. അല്ല, ഞാൻ ഇതിനെ നോക്കിയായിരുന്നു. ജാപ്പനീസ് ക്രൈം ലിറ്ററേച്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഹോൺകാക്കു ആൻഡ് അതർ വർക്ക്സ് എന്നാണ് പറയുന്നത്. ഹോൺകാക്കു എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പറഞ്ഞ പോലെ ഒരു ലോജിക്കൽ ഡിഡക്ഷൻ ഉള്ള സ്പേസ് തരുന്ന സാധനങ്ങളാണ്, മിസ്റ്ററീസ് ആണ്. അത് ഹൂഡനിറ്റ്സ് ആവണം എന്നില്ല, പലതും ഉണ്ട്, പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അതല്ലാത്ത വർക്ക്സും ഉണ്ട്. ഇവിടെ നടക്കുന്നൊക്കെ അതല്ലാത്ത വർക്ക്സ് ആണ്. ഓക്കെ, പിന്നെ ജപ്പാനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോയാലോ, സ്കാൻഡിനേവിയൻ കൺട്രീസിലോട്ട് പോവാല്ലേ. നമ്മുടെ യോനെസ്ബോ. ഞാൻ പുള്ളിയുടെ വായിച്ചിട്ടുള്ളത്, ഞാൻ പുള്ളിയുടെ സ്നോമാൻ വായിച്ചിട്ടുണ്ട്, കോക്രോച്ചസ് വായിച്ചിട്ടുണ്ട്. എഗെയിൻ വളരെ ഇമ്മേഴ്സീവ് ആണ്. ആ അറ്റ്മോസ്ഫിയറും ആ സ്മോൾ ടൗൺസിലോട്ട്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ എവിടെയാണ് മറ്റേ കോക്രോച്ച്. മറ്റേത് സ്നോമാൻ പ്രോപ്പർ ഒരു സ്കാൻഡിനേവിയൻ വില്ലേജില് നടക്കുന്ന, സ്മോൾ ടൗണിൽ നടക്കുന്ന കഥയാണ്. വളരെ ഇമേഴ്സീവ് ആണ്. ആ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ എടുക്കുന്ന ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ അത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വളരെ ബോറായി എന്നാണ് എനിക്കൊന്ന് അനൂപ് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അധികം വായിച്ചിട്ടില്ല. ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയതാണ് ബാറ്റും കോക്രോച്ചും വായിച്ചപ്പോ തന്നെ, പിന്നെ സ്നോമാനും വായിച്ചപ്പോ ഇതിനൊക്കെ ഒരു കോമൺ ഫോർമുലയുണ്ട്. അപ്പം ആഫ്റ്റർ എ വൈൽ റിയലി പ്രഡിക്റ്റബിൾ ആണ്. വില്ലനെ നമുക്ക് തുടക്കത്തില് അല്ലെങ്കിൽ മിഡ് ഓഫ് ദ സ്റ്റോറി പരിചയപ്പെടുത്തും. അത് നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ഗസ്. ബട്ട് അഗൈൻ ഇത് ഒരു സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും. സ്റ്റീഗ് ലാഴ്സന്റെ ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു, ഐ ലവ് ദ സ്വീഡിഷ് മൂവി. ഞാൻ ബുക്കും വായിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് again it's they are obsessed with violence against women. Like
പിന്നെ they're kind of guilty about their past also. Like അവർക്ക് നാസി അസോസിയേഷന്റെ പാസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഡ്രാഗൺ ടാറ്റു കണ്ടിട്ടുണ്ടോ? അതിന്റെ ഫിലിം കണ്ടിട്ടുണ്ടോ? ലൈക്ക് ദ സ്വീഡിഷ് വൺ. ഞാൻ പുസ്തകം വാങ്ങിച്ചു വായിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. മൂവി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. സ്വീഡിഷ് മൂവി. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അഗൈൻ സ്ലൈറ്റ്ലി എന്താ പറയാ, after a while maybe ending becomes kind of abruptly to us, എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. ബട്ട് മോർ ദാൻ ദാറ്റ് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. Okay. Anyone else wants to talk about ഇതില് Scandinavia? I've read a couple of other authors. Again, എല്ലാം ഇങ്ങനെ വളരെ സിമിലർ തീംസ് ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് വിമൻ. സീരിയൽ കില്ലേഴ്സ് ആണ് എല്ലാം. ആരൊന്നും ഒറ്റയ്ക്ക് ഒരു പരിപാടിക്കുള്ളതില്ല. ഐ തിങ്ക് ഒരു ലീസ മെർക്ലൻഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു അനീക്ക ബർഗ്സ്റ്റൺ അങ്ങനെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. ഷീ എൻഡഡ് ദ സീരീസ് വെരി ബ്യൂട്ടിഫുള്ളി. ഷീ ഗേവ് ആ സ്ത്രീയുടെ ഒരു ബോസും കൂടെ അന്വേഷിക്കുന്ന കഥകളാണ്. അതിൽ ഒരുപാട് കഥകളിൽ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ബിക്കംസ് സസ്പെക്ട്, ഒന്ന് രണ്ട് റണ്ണിങ് ഇതിലുണ്ട്. ആൻഡ് ഇവൻച്വലി ദ ബുക്ക് ഗെറ്റ്സ് ഒരു there's a character arc and she ends the series very beautifully. അതുമാതിരി ഒരു സീരീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ ഇത് അത് ജെസ്സി ആഡ്ലർ ഓൾസൺ എന്ന് പറഞ്ഞിട്ട് ഇതുമാരെ. അഗൈൻ ഓൾ ഓഫ് ദം വെരി അറ്റ്മോസ്ഫിയറിക്. നമുക്ക് പരിചയമില്ലാത്തൊരു ലാൻഡ്സ്കേപ്പിൽ നിന്നാണ് അവരെ കഥ എഴുതുന്നത്. തണുപ്പാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ. അതിലൊരു മെയിൻ ഇത് അറ്റ്മോസ്ഫിയർ ഇസ് ദ കോൾഡ്, ദ സ്നോ, ദ വിൻഡ്, ദ റെയിൻ. ഇത് ഒരു വളരെ അത് തന്നെ ഒരു ഡാർക്ക് ഒപ്രസീവ് ആയിട്ടുള്ളൊരു ഇത് തരാണ്. മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം ജനറലി ദ ഗുഡ് പീപ്പിൾ, ബട്ട് അഗൈൻ ദർ നോട്ട് arrogant. they're very relatable ആയിട്ട്, ജെയ്ഡഡ് ആയിട്ടുള്ള, പ്രായമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ അകത്ത് കടന്ന് അതിന്റെ പൊളിറ്റിക്സും അതിന്റെ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു നമുക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ വരെ നമ്മള് മറ്റേ എരട്ടയിലെ ജോജു ജോർജിന്റെ ക്യാരക്ടർമാര് ലൈക് ദി ബീൻ ദേർ, അല്ലെങ്കിൽ ദി സീൻ ദ സിസ്റ്റം സോ മച്ച്. നത്തിങ് അങ്ങനെ ഒന്നും അവരെ സർപ്രൈസ് ചെയ്യുന്നില്ല. എന്ത് കാണുമ്പോഴും അവര് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്, വിച്ച് ഇസ് വെരി റിലേറ്റബിൾ ആസ് അപ്പോസ് ടു someone who walks in and is like, oh, knows it all. ഈ characters ഒന്നും know it all അല്ല. They're arrogant. People call them that on their face. They're okay with it. സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സിന്റെ ഈ ജാപ്പനീസ് ഇതുമാരെ നമ്മൾ ഈ ഇംഗ്ലീഷ് ബുക്സ് വായിച്ചാലും ഇംഗ്ലീഷ് ബുക്സ് there's a certain restraint against violence. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. If you notice, very restrained. They're quite subtle ആയിരിക്കും. ഒന്നും അങ്ങോട്ട് fully left to your imagination ആണ്. They open the door and what he saw he couldn't explain it എന്നുകൊണ്ട് അവിടെ നിർത്തും. കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോറി ആവുമല്ലോ. പക്ഷെ സ്കാൻഡിനേവിയൻ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നൊരു നോവലുണ്ട്, ദ ബേർഡ് വാച്ചർ എന്ന് പറഞ്ഞിട്ട്. ബേർഡ് വാച്ചർ എന്ന പേര് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ലേഖ പറഞ്ഞതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണത്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ദ വേ ദ ഡെത്ത് ഹാസ് ഹാപ്പൻഡ് വളരെ ഗ്രൂസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ട് മലയാളത്തിലെ ക്രൈം ത്രില്ലേഴ്സ് വായിക്കുമ്പോൾ വി റിയലി ഫോളിങ് ഷോർട്ട് എന്നുള്ളതാണ് പ്രോബ്ലം. മലയാളത്തിൽ എന്തോ വയലൻസും ഇതൊക്കെ കുത്തിക്കയറ്റുന്നുണ്ടെങ്കിലും ഇറ്റ് ഫെൽറ്റ് ഇൻജെക്റ്റഡ് rather than ഓർഗാനിക്. മലയാളത്തിലോട്ട് നമുക്ക് വരാം. അവസാനം കുറച്ച് പറയാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ ബേർഡ് വാച്ചർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയാം. വളരെ രസമുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഒരു ടുവേർഡ്സ് ദ കോസ്റ്റൽ ഏരിയയിലെ മാർഷസ് ഉണ്ടല്ലോ, ആ മാർഷസിൻ്റെ അവിടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് വീട് വെച്ച് താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു പോലീസുകാരാണ്. ഹി ഹാസ് എസ് ഹിസ്റ്ററി. പുള്ളിക്ക് ഒരുപാട് പഴയ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു ബേർഡ് വാച്ചറാണ്. പുള്ളി ഒരുപാട് ബേർഡ് വാച്ചിങ്ങിന് പോകുന്നു. അപ്പോൾ പുള്ളിയുടെ ഓഫീസിലേക്ക് പുതിയൊരു പോലീസുകാരി വരികയാണ്. അവർ ഷീസ് വെരി സിനിക്കൽ, ഇച്ചിരി തുടക്കക്കാരിയുടെ എല്ലാ എടുത്തുചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവൾക്കൊരു മോളുണ്ട്, ഒരു ടീനേജർ. ആ മോള് ഇയാളുടെ കൂടെ ബേർഡ് വാച്ചിങ്ങിന് പോയി തുടങ്ങും. ഷീസ് എ ട്രബിൾഡ് കിഡ്. പക്ഷേ ഇയാളുടെ കൂടെ ബേർഡ് വാച്ചിങ്ങിന് പോയി തുടങ്ങും.
അപ്പം ഈ ബേർഡ് വാച്ചറിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബേർഡ് വാച്ചർ ഉണ്ടായിരുന്നു. അയാൾ സംബഡി ബ്രൂട്ടലി മേർഡേഴ്സ് ഹിം ഇൻ ഹിസ് ഹൗസ്. അപ്പോൾ അതിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നതും ഇയാളാണ് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെല്ലാം. പക്ഷെ അപ്പാരൻ്റ്ലി അതൊരു സീരീസ് ആണെന്നും അതിലെ മെയിൻ കഥാപാത്രം ആ ഫീമെയിൽ കോപ്പാണെന്നുമാണ്. ക്യൂപിഡി എന്നാണ് അവരുടെ പേര്, CUPIDI. അപ്പോൾ ക്യൂപിഡി സീരീസ് എന്നാണ് അതിന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വരുന്നത് അതിനായിരിക്കും. എനിക്ക് അത്യാവശ്യം കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു നല്ലപോലെ ഇമേഴ്സീവായി തോന്നിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നോവലായിരുന്നു ദ ബേർഡ് വാച്ചർ. ഒരു പിടുത്തവും കിട്ടാത്തൊരു സാധനമായിരുന്നു. പക്ഷേ അഗെയിൻ നമുക്ക് ഏകദേശം ആ ഫൈനൽ കഥാപാത്രത്തിനെ കുറിച്ച് നല്ലൊരു പിക്ചർ ഇടയ്ക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും സ്മോൾ ടൗൺ ആയതുകൊണ്ട് എല്ലാവരും സസ്പിഷനിലാണ്. അത് കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നല്ല ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ദ ബേർഡ് വാച്ചർ. പിന്നെ അതുപോലെ ദ ബേർഡ് വാച്ചർ ഒരു സെക്കൻഡ്, വില്യം ഷോ. പിന്നെ ഇതുപോലെ പോപ്പുലർ ഹൂഡനെറ്റ്സിലെ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് അസ് ഇസ് ലയിങ്. അതിൻ്റെ അടുത്തത് വൺ ഓഫ് അസ് ഇസ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ എന്തോ ഒരു സീരീസ് ആയിട്ട് വരുന്നുണ്ട്, എവിടെയോ ഒരു സീരീസ് ആയിട്ട് വരുന്നുണ്ട്. എന്തോ അല്ലേ അവരുടെ പേര്? കാരൻ മക്മാനസ്. കാരൻ മക്മാനസ്. അപ്പോൾ അത് ഇതുപോലെ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് 4-5 പിള്ളേരെ ഡിറ്റൻഷനിൽ വെക്കുന്നു. അതിലൊരു കൊച്ച് മരിക്കുന്നു. കൊച്ചെന്ന് വെച്ചാൽ ടീനേജേഴ്സാണ് എല്ലാവരും. അപ്പം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോഴാണ് ഇവർ നല്ല ഫ്രണ്ട്സാണ്, പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോഴാണ് എല്ലാവരുടെയും സീക്രട്സ് പുറത്ത് വരുന്നത്. അപ്പം ആദ്യത്തതിൽ അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. രണ്ടാമത്തെ ആയപ്പോൾ എനിക്ക് അത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി മോശം റിവ്യൂസ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റോറീസിനെ കുറിച്ച്. സോറി കൃഷ്ണമൂർ. ഞാനിതുപോലെ തന്നെ ഇതിന്റെ റെക്കമെൻഡേഷൻ എനിക്ക് സാൻഡി ആരോ തന്നതാണ്. ആ ഗ്രൂപ്പിൽ ആരോ സൗമ്യാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അൽപ്പന ആരോ അതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് വായിച്ചതാണ്. എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാ റിസംബിൾ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ഗ്രൂപ്പ് അൺലൈക്ലി ഗ്രൂപ്പിനെ പിടിച്ച് ഡിറ്റൻഷനിലിടും. കാരണം അവരൊക്കെ തമ്മിൽ അറിയ പോലുമില്ല. ചിലർ മറ്റൊരു റിസെന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ചിലർ അതിൽ. അങ്ങനെയുള്ള ആളുകൾ തമ്മിലൊരു ബോണ്ട് തനിയെ ഉണ്ടായി വരുന്നത് ഇതിനകത്തുണ്ട്, ഈ കഥയിലും ഉണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ റിവ്യൂലൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എനിക്ക് ആകെ ഇതിലൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ആ കാര്യം മാത്രം. എനിക്ക് തോന്നിയത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിന് റിപ്പ് ഓഫ് ആയിട്ട് തോന്നിയത്. വാട്ട് ഇഫ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബിൽ ഒരാൾ അവിടെ വെച്ച് മരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും. അങ്ങനെ തുടങ്ങിയ കഥയായിരിക്കും ഇത്. പക്ഷെ ഇത് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആവുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഇതിൽ ഒരു ക്യാരക്ടർ ടേൺസ് ഔട്ട് ടു ബി ഗേ അല്ലേ, അങ്ങനെ എന്തോ അതിനകത്തുണ്ട്. പുള്ളി ഫുട്ബോളറാണ്, ആക്ച്വലി പുള്ളി സ്റ്റാർ ഫുട്ബോളറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് എല്ലാവരും ഓരോ സ്റ്റീരിയോ ടൈപ്സ് ആണ്. ഒരു ജോക്ക് ഉണ്ട്, ബേസ്ബോളറാണ്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും സ്റ്റീരിയോ ടൈപ്സ് അല്ലേ. അതായത് ഒരു അമേരിക്കൻ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റീരിയോ ടൈപ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ജോക്ക് ഉണ്ട്, ഒരു നേർഡ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു ക്ലിക്കിൻ്റെ ലീഡർ ഉണ്ട്, ഒരു പുള്ളിക്കാരി എന്താ പറയുന്നത്, ഒരു ചിയർ ലീഡർ ടൈപ്പ്. അങ്ങനെയുള്ള 5 പേര്, ഒരു നേർഡ് ഉണ്ടാവും എന്തായാലും. അത് തന്നെയാണ് സംഭവം ഇവിടെ നടക്കുന്നത്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് കണ്ടവർക്ക് ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാൽ മഴ മിസ്റ്ററി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു ലഞ്ച് റൂം സീനില്ലേ, അവരെല്ലാവരും കൂടി ഒന്നിച്ചൊരു ടേബിളിൽ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് എനിക്കിതിൽ ഏറ്റവും നല്ല സീനെന്ന് തോന്നിയത്. റിവ്യൂലൊക്കെ ഇറ്റ് വാസ് വെരി ലൂക്ക് വാം. എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അത് ബേസിക്കലി ഗുഡ് റീഡ്സ് ചോയ്സ് അവാർഡൊക്കെ വിന്നിങ് ആയിരുന്നു സാധനം. സണ്ണി, അത് ഗുഡ് റീഡ്സ് അവാർഡ് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇന്റൻഡഡ് ഓഡിയൻസ് അല്ല. ഓഡിയൻസ് സം പീപ്പിൾ ഇൻ യുനോ യങ് അഡൾട്ടിനെ ഉദ്ദേശിച്ചിറക്കിയ നോവൽ മുതുക്കന്മാര് വായിച്ചിട്ട് കൊള്ളൂലെന്ന് നമുക്ക് ആർക്കും ഇഷ്ടാവാത്തതിന്റെ റീസൺ യുവ പുരസ്കാരം അതെ അത് തന്നെയാണ് സംഭവം. ശരിയാത്തോണ്ടാണ് ഓഡിയൻസ് കറക്റ്റ് ആവാത്തോണ്ടാണ്. ഓഡിയൻസ് അങ്ങനത്തെ ഒരു വലിയൊരു ജോണർ തന്നെ. ഞാൻ കുറെ ഉണ്ട് അങ്ങനത്തെ.
ഇതൊക്കെ ഞാൻ ഓഡിയോ ബുക്സ് ആയി കേൾക്കുന്ന ബുക്കാണ്. അതായത് കൂടുതൽ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാം. കാരണം ഇടയ്ക്ക് മിസ്സായി പോയാലും കുഴപ്പമില്ല. അടുത്ത ചാപ്റ്ററിൽ കുറെ കുശ്മു കുന്നായ്മയുണ്ട്, ഈ ഹൈസ്കൂൾ കുശ്മു മെഗാ കുന്നായ്മ. സീരിയൽ. അപ്പൊ നമുക്കത് വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കാണ്ട് കേൾക്കാവുന്ന ബുക്സിൽപ്പെട്ട ഒരു ഞാൻ ആ ഒരു ജോണർ കുറെ എണ്ണം ഉണ്ട്. എഗത്താസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം, ഇങ്ങനത്തെ കുറെ ഒരു സീരീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു വേറെ ഉണ്ടായിരുന്നു അതുമാതിരത്തെ മറ്റൊരു സുലാരി ജെന്റൽ എന്ന് പറഞ്ഞിട്ട് ബോഡി ഇൻ ദ ലൈബ്രറി. അത് ഞാൻ ബുക്കിന്റെ കവർ കണ്ട് മേടിച്ചതാ. ഇതൊക്കെ സിമിലർ ട്രോപ്പാണ്. ഈ പറയുന്ന വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അതിലൊരു മർഡർ ഉണ്ടാവുന്നു, അത് ആരാന്ന് കണ്ടുപിടിക്കും. ചിലപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയായിരിക്കും. കാരൻ മെക്മാനസിന്റെ ബുക്കിൽ ആക്ച്വലി കുറച്ചും കൂടെ അതില് ഫസ്റ്റ് ബുക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് എനിക്ക് തോന്നി. ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് വലിയ കുഴപ്പമില്ലായിരുന്നു ആക്ച്വലി. അതിലെ ട്വിസ്റ്റ് വാസ് ഓൾസോ നോട്ട് ബാഡ്. നമ്മളത് എന്നാലും അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ഗോസിപ്പ് ഇതും ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് അതിലുണ്ട്. സൈബർ ബുള്ളിങ്ങും ഒക്കെ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് പോയിന്റ്സ് കൊടുക്കാം കേട്ടോ. കാരണം നമ്മള് ജീവിക്കാത്ത കഥകളാണല്ലോ അതൊക്കെ, അല്ലേ? For me, it was a very forgetful experience. ഞാൻ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കണ്ടിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഓർമ്മയില്ല. 2 സീസണും കണ്ടത്. The Good Girls Guide to Murder is also similar എന്ന് പറയാൻ Oh, I think that was പറ്റില്ല. nice. അതും പോഡ്കാസ്റ്റാ. Podcasting. ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ. 3 ബുക്ക് ഉണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. That I remember. That stayed with me. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചിട്ടില്ല. എന്താ ഉദ്ദേശിച്ചത്? Podcaster ആണ് ക്യാരക്ടർ അല്ലേ? ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. ആ പെൺകുട്ടി, ആ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബ്രദറിനെ ഹീസ് അക്യൂസ്ഡ് ഓഫ് മർഡർ ഓഫ് ഒരു ഇതുമാതിരി ഒരു പോപ്പുലർ ഗേളിന്റെ എന്തോ മർഡർ. എന്നിട്ട് ഷീ സ്റ്റാർട്ട്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ഹീസ് ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഇന്ത്യൻ പയ്യൻ എന്തോ ആണ്. അവൻ ഹീസ് വെരി ഷുവർ അയാൾ ചെയ്തിട്ടില്ല, ബ്രദർ അല്ല ചെയ്ത്. ബ്രദർ ജയിലിലാണ് പിന്നെ മർഡറിന്. അത് കഴിഞ്ഞിട്ട് ഷീ തിങ്സ് അയാളല്ല ചെയ്തേക്കുന്നതെന്നുകൊണ്ട് ഷീ സ്റ്റാർട്ട്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് കംസ് ഔട്ട് വിത്ത് കുറെ ഇഷ്യൂസ്. അത് അഡ്രസ് ഇതുമാരെ ഡൊമസ്റ്റിക് വയലൻസും കൺട്രോളിങ് ബിഹേവിയർ ഉള്ള പേരൻസും കുറെ കാര്യങ്ങൾ അതിൽ ഇത് ചെയ്യുന്നുണ്ട്. It's actually pretty decent. Again, first book is good. Second and third, first book ഞാൻ വായിച്ചതുകൊണ്ട് ഞാൻ second and third. ഹണ്ടിങ് പാർട്ടി ലൂസി ഫോളി. ഹണ്ടിങ് പാർട്ടിയും മറ്റതും ഉണ്ട്. എന്താണ് കുറേയുണ്ട്. ഗസ്റ്റ് ലിസ്റ്റ്. രണ്ടും Midnight ഏകദേശം Feast. സെയിം ട്രോപ്പ് ആണല്ലോ. ഒരു സ്ഥലത്ത് എല്ലാം. ഒരുപാട് പേര് ഒരുമിച്ച് വരുന്നു, ഒരാൾ മരിക്കുന്നു. Guest list, hunting party ആണോ ഫ്രണ്ട്സ് ട്രിപ്പിന് പോണത്? ഹണ്ടിങ് പാർട്ടി ഫ്രണ്ട്സ് ട്രിപ്പിന് പോകുന്നത്. ഗസ്റ്റ് ലിസ്റ്റ് മറ്റത് കല്യാണം. കല്യാണം. 12th Man Brides. സിനിമ കണ്ടിട്ടുണ്ടോ മോഹൻലാലിന്റെ? ആ, പിന്നെ, ആ, ആ. ആ. ഈ ജിത്തു ജോസഫ് എല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ ബോറോ ചെയ്തിട്ട് നല്ല സിനിമ വാക്ക് സാധനങ്ങൾ മലയാളീകരിക്കും പുള്ളി. മലയാളീകരിക്കും. അത് എനിക്ക് തോന്നുന്നു ഹണ്ടിങ് പാർട്ടി അല്ലെങ്കിൽ ഗസ്റ്റ് ലിസ്റ്റ് ഞാൻ വായിച്ചെന്നു. എനിക്കറിയില്ല ഏതാ വായിച്ചത്, കാരണം രണ്ടും ഒരുപോലെ. അപ്പൊ അത് പുള്ളി അതിൽ നന്നായിട്ട് 12th Man ഉപയോഗിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായ. അതൊരു ഫ്രഞ്ച് ഫിലിം അല്ലേ? അത് സ്പാനിഷ് ഫിലിമോ? 12th Man? മോഹൻലാലിന്റെ 12th Man. ബട്ട് എനിക്ക് തോന്നുന്നത് അതെ അല്ല, ഫ്രഞ്ച് ഫിലിമാണ്. ഒറിജിനൽ. ഒറിജിനൽ. ആ ഫോണിന്റെ കേസ് ഓക്കെ, അത് ശരിയാണ്. Okay. ഫോണിന്റെ ആ ഗെയിം അതൊക്കെ, പക്ഷെ അതും ഇതും കൂടി അങ്ങ് ഫുള്ളി മിക്സ് ചെയ്തു. ഒരു മർഡർ ഉണ്ടാവണല്ലോ എന്തായാലും, നല്ല കാര്യം അതെ. നടക്കുള്ളൂ. എനിക്ക് പക്ഷെ ലൂസി ഫോളിയുടെ ഹണ്ടിങ് പാർട്ടി വാസ് ഓക്കെ. ഗസ്റ്റ് ലിസ്റ്റ് വാസ് ഓൾസോ. ഞാൻ ആ മിഡ് നൈറ്റ് ഫീസ്റ്റ് എന്ന ബുക്ക് ഞാൻ ഒരു 8 മാസമെങ്കിലും ഉണ്ടായിരുന്നു. ഞാനത് വായിച്ച് എനിക്ക് തോന്നണില്ല, അത് മിക്കവാറും ഞാൻ ഡൊണേറ്റ് ചെയ്യും. എന്നെ കൊണ്ട് വായിച്ചു തീരും തോന്നുന്നു. പിന്നെ എനിക്ക് ഓതേഴ്സിൽ പറയാവുന്ന ഒരു ഓതർ ആയിരുന്നു ലൂസി ഫോളി. പിന്നെ എനിക്ക് ടച്ചപ്പ് ഓൺ ചെയ്യേണ്ട 2 സാധനം കുട്ടികൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് അറ്റ് ദ ബോട്ടം ഓഫ് എ പൈ. അതൊരു ബ്രിട്ടീഷ് ഗേളിന്റെ കഥയാണ്. അവളുടെ അച്ഛനെ ഒരു മർഡർ കേസിൽ എന്തോ കുടുക്കിയിട്ട് അവള് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ഹ്യൂമറസ് ആയിരുന്നു, നല്ല രസമുള്ള സാധനം. അത് വായിച്ചിട്ടൊരു 4-5 കൊല്ലമായി. പക്ഷെ എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്കത് നല്ലപോലെ എൻജോയ് ചെയ്ത് വായിച്ചതായി ഓർമ്മയുണ്ട്.
പിന്നെ അതുപോലെ വേറൊരെണ്ണം ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊച്ചൊരു കേസ് അന്വേഷിക്കുന്നുണ്ട്. ദ ക്യൂരിയസ് ഇൻസിഡന്റ് ഓഫ് ദ ഡോഗ് അറ്റ് നൈറ്റ് ടൈം. അവന്റെ നെയ്ബറിന്റെ പട്ടിയെ ആരോ കൊന്നിട്ടേക്കണം. അത് ഇറ്റ് ജസ്റ്റ് ക്രിയേറ്റ്സ് അമേസിങ് വിസിബിലിറ്റി ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻ ടു ആൻ ഓട്ടിസ്റ്റിക് പേഴ്സൺ. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഇത് രണ്ടും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത് രണ്ടും? ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് ഞാൻ ഭയങ്കര വായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. കാരണം ആ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുടെ വ്യൂ പോയിന്റ് ഇല്ലേ, ലൈക്ക് ഹീ ഡിസ്ക്രൈബ്സ് എവറിത്തിങ്. കറക്റ്റ് കറക്റ്റ്. പുള്ളി ബാത്റൂമിൽ പോകുമ്പോൾ ആ പ്രോസസ്സ് വരെ പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഓട്ടിസം നമ്മൾ കേട്ടിട്ടുള്ളതല്ലത്. അവർ ആക്ച്വലി അവരുടെ മനസ്സിൽ കൂടെ എന്താ പോകുന്നതെന്നുള്ളത് അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ശരിക്കും സൗണ്ട്സ് ഇഷ്ടമല്ല, കോൺട്രാക്ട് ഇഷ്ടമല്ല. അതെ, ഒരു അഡൽട്ടിന്റെ ടീഷർട്ടില് എന്തോ ഒരു കുറച്ച് എന്താ പറയാ അൺപാർലമെന്ററി ആയിട്ട് എന്തോ എഴുതി വെച്ചേക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ വേഗം ഓർമ്മയുള്ളത്. വായിച്ചിട്ട് ഒരു 10-15 എനിക്കിപ്പോഴും വർഷമായി. ഓർമ്മയുണ്ട്. അവൻ ഡിസ്ട്രെസ് ആവുമ്പം അച്ഛൻ ഇങ്ങനെ തൊടത്തേ ഉള്ളൂ. കൈ നീട്ടിയിട്ട് കൈയിന്റെ അറ്റത്ത് മാത്രം ഇങ്ങനെ ടച്ച് ചെയ്യും. ദാറ്റ് മേക്സ് ഹിം ഫീൽ ബെറ്റർ, ഹഗ്ഗിന് പകരം. അത് ട്രെയിൻ this is യാത്രയൊക്കെ ചെയ്യുന്ന before. ഇതൊക്കെ നമ്മൾ ഈ ഓട്ടിസത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ബുക്കാണ്. നമുക്ക് വലിയ ഐഡിയ ഒന്നും നമ്മൾ എനിക്കൊരു വാക്ക് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഓട്ടിസം ഉള്ളതൊന്നും. ഞാനത് കേൾക്കാത്തൊരു വാക്കായിരുന്നു, കേൾക്കാത്തൊരു ഇതായിരുന്നു. അല്ലെങ്കിലും അതിനൊക്കെ മലയാളത്തിൽ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വളരെ അതെ I don't even want to say that വികലമായ word. ഒരു വാക്കാണത്. അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞമാര് ഓത്തർ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ബുക്ക് എഴുതിയേക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് റിട്ടൺ ഇൻ എ വേ ദാറ്റ് വാസ് ഡീമീനിങ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ചിലർ എക്സ്പ്ലെയിൻ ചെയ്ത പോലെയൊന്നും അല്ല. അല്ല അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും അല്ല. നല്ലോണം വായിച്ച് അറിവോടെ അതിന് സെൻസിറ്റീവ് ആയിട്ടാണ് അത് പോർട്രേ ചെയ്തേക്കുന്നത്, ആ എൻറ്റയർ ബുക്ക്. അപ്പൊ അതിന്റെ ബ്യൂട്ടി ആ ബുക്കിനുണ്ടായിരുന്നു. ടെസ്റ്റ് ഓഫ് ടൈം പാസ് ചെയ്തൊരു ബുക്ക്. പക്ഷെ മറ്റേത് സ്വീറ്റ്നെസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പൈ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ എന്റെ ടു റീഡ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യട്ടെ. നല്ല സാധനം, നല്ല സാധനം, നല്ല രസമുള്ള കിട്ടിയ 2 ഒഴുക്കുള്ള പുസ്തകങ്ങൾ, സാധനം, ഒഴുക്കുള്ള സാധനമാണ്. നല്ല അതും മറ്റേ ബേർഡ് വാച്ചറും രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബേർഡ് വാച്ചർ 5-6 ബുക്ക് ഉണ്ട്, എനിക്ക് കുറച്ച് പുസ്തകങ്ങളായി. പിന്നെ വേറൊരെണ്ണം ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, ദ ഹാങ്മാൻസ് ഡോട്ടർ. അത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? കേട്ടുവല്ല പരിചയം. ഇത് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ഈ മറ്റേ തൂക്കിക്കൊല്ലുന്ന ആളുണ്ടല്ലോ, ഹാങ്മാൻ. അയാളുടെ മോളാണ് നായിക. അപ്പോ അവരുടെ വില്ലേജിലെ ഒരു സ്ത്രീയെ വിച്ച് ക്രാഫ്റ്റ് ആരോപിച്ച് കുറച്ച് കുട്ടികളെ ആരോ എന്തോ കൊല്ലും. അപ്പം അത് ചെയ്തത് ഒരു സ്ത്രീയാണെന്നും പറഞ്ഞൊരു കുറെ ഹെർബൽ റെമഡീസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരാണ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവരെ വിച്ച് ക്രാഫ്റ്റ് ആരോപിച്ച് അവരെ ടോർച്ചർ ചെയ്യാനൊക്കെ കൊണ്ടുപോകും. അപ്പം ഈ പെണ്ണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നതാണ് ശരിക്കും ഈ മേർഡർ ആരാ ചെയ്തതെന്ന്. അത്യാവശ്യം നല്ല വളരെ ഡാർക്ക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു. അത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് വായിച്ച സാധനമായിരുന്നു. ആരാച്ചാരുടെ മകൾ. അല്ല, ആരാച്ചാർ എന്നാണ് ബുക്കിന്റെ പേരെങ്കിലും അതിന്റെ കഥ മുഴുവൻ മകളുടെ ആയിരുന്നല്ലോ. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചില്ല, നല്ല ബുക്കാട്ടോ. ചേതന അങ്ങനെ തന്നെ മെയിൻ ക്യാരക്ടർ. ബാക്കി ഞാൻ മറന്നു. കൊൽക്കത്തയല്ലേ ഇത് അതിനകത്ത്? ബംഗാളി സാധനമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ കയ്യിൽ പുസ്തകം ഇരുന്ന് ഞാൻ വായിച്ചു തുടങ്ങി, പിന്നെ അതങ്ങ് വിട്ടു. ബംഗാളി കണ്ട ഞാൻ അവിടെ കവന്നടിച്ച് വീഴും. അമ്മി തുമ്മാക്കോ ബാലോബാർച്ചി, ബാലോബാഷിയ. ഓക്കെ, സൗരവ് ഗാംഗുലി, ദാദാ, ഇങ്ങനെ. അതെ. ഇപ്പം നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ മലയാളത്തിലേക്ക് വന്നാലോ? ആയിക്കോട്ടെ. ഒന്നും ഓർമ്മയില്ല. പോരട്ടെ. കോട്ടയം പുഷ്പനാഥ്. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയുടെ വർക്ക് വായിക്കുന്നത് കേട്ടോ. ജസ്റ്റ് കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് മാത്രം. കോട്ടയം പുഷ്പനാഥിന്റെ quite good, not completed. Just wondering
നിങ്ങളുടെയൊക്കെ എങ്ങനെയാ? ലൈക്ക് ഹാവ് യു റെഡ് കോട്ടയം പുഷ്പനാഥ് ബാക്ക് ഇൻ പുള്ളിയുടെ ഡേയ്സ്? മനോരമയിലുള്ള ഏതൊക്കെയോ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അത്ര ഓർമ്മയൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ മനോരമ വായിക്കരുതെന്ന് വീട്ടിൽ വാണിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഒളിച്ചിരുന്ന് ധൃതിയിൽ വായിച്ച സാധനങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് കാര്യമായ ഓർമ്മയിലൊന്നും നിന്നിട്ടില്ല. കാരണം ടെൻഷനായിരുന്നു പൊക്കുവോന്ന്. പൊക്കുമ്പോ അറിയില്ല, മുതുകത്ത് അടി വീഴുമ്പോഴാണ് നമ്മൾ അറിയുക. നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് വായിക്കാനായിട്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് ഇത്. എനിക്ക് ഒരു കിൻഡിൽ അവൈലബിൾ ആയിരുന്നു കുറച്ച് ഫ്യൂ ബുക്സ്. ആക്ച്വലി ഇങ്ങോട്ട് ബുക്സ് കൂടുതൽ അവൈലബിൾ ആയിരുന്നത് തമിഴിലാണ്. കിൻഡിൽ അവൈലബിൾ ആയിരുന്നു. മലയാളത്തിൽ 1-2 ഇപ്പം ഐ തിങ്ക് മോർ. ഞാൻ വായിച്ചിട്ട് എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നേക്കുന്ന ഒരു ഓത്തറാണ് മലയാളത്തിലുള്ള ഡിറ്റക്റ്റീവ് പുഷ്പരാജ് എന്നതാണ് അതിന്റെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. അദ്ദേഹമാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ. ഇത് എഴുതിയേക്കുന്ന കാലഘട്ടവും ഇന്നുമായിട്ട് ഒരുപാട് വ്യത്യാസം. ക്രൈം നടക്കുന്നതും ഈ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ക്രൈം നടക്കില്ലാത്ത ക്രൈമുകൾ അങ്ങനത്തെ ഇപ്പൊ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയുക കാലഹരണപ്പെട്ടു തോന്നും അതിന്റെ പ്രെമിസും അതിന്റെ ഇതുമൊക്കെ. പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് റീഡ് കമ്പയർഡ് ടു ലോട്ട് ഓഫ് ക്രൈം ത്രില്ലേഴ്സ് ദാറ്റ് ഐ റീഡ് ഇൻ മലയാളം. കുറേയും കൂടെ കാമ്പുള്ള അന്നത്തെ കാലഘട്ടത്തിന് ഭയങ്കര നല്ല ബുക്സ് ആണ്. ഡിറ്റക്റ്റീവ് രാജേന്ദ്രൻ അത് വേറെയുണ്ട്. അത് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ. എനിക്കാണ് പുള്ളിക്ക് 1-2 സീരീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടർ ഉണ്ട്. ഭാഷയൊക്കെ നല്ല വെരി അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ലൈക്ക് യുനോ ത്രില്ലിംഗ് ആണോന്ന് വെച്ചാൽ ഈ പറഞ്ഞമാര് നമ്മുടെ ഏജ് കഴിഞ്ഞു, നമുക്കത് എൻജോയ് ചെയ്യാവുന്ന ഏജ് കഴിഞ്ഞു. മേ ബി ഇഫ് യു ആർ 15 യു പ്രോബ്ലി വുഡ് എൻജോയ് അങ്ങനത്തെ ഒരു ത്രില്ലർ. പക്ഷെ ഇവൻ നൗ ഇന്നത്തെ കുട്ടികൾക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ ദിസ് ഇന്റർനെറ്റിന്റെ ഈരയിലെ പിള്ളേർക്ക് I don't think it was. I don't know. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ആക്ച്വലി മലയാളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വ്യോംകേഷ് ബക്ഷിയുടെ കാര്യം അതിനാരും പറഞ്ഞില്ല. ആക്ച്വലി നമ്മളത് ഇമിറ്റേഷൻ്റെ കേസ് പറയുമ്പോൾ പറയണമായിരുന്നു. ഷെർലക് ഹോംസിന്റെ വളരെ എന്താ പറയാ വ്യോംകേഷ് ബക്ഷി, പിന്നെ ഫെലൂഡ. പക്ഷെ വ്യോംകേഷ് ബക്ഷി കോപ്പി ആയിരുന്നില്ലേ സത്യജിത്ത്? ഫെലൂഡ കുറച്ചുകൂടി ഒറിജിനൽ ആയിരുന്നു എന്ന് പറയാം. എന്നാലും അവിടെയും ഉണ്ട്, കാരണം ഒരാളുടെ പെർസ്പെക്റ്റീവ് കൂടെയാണ് ഫെലൂദയുടെ കഥ പറയുന്നത്. അത് പറയാം. എനിക്ക് ആക്ച്വലി വ്യോംകേഷ് ബക്ഷി സിനിമ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ അത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. സുശാന്ത് സെക്കൻഡ് പാർട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇനി ഉണ്ടാവില്ലല്ലോ. ഇല്ല, മാത്രമല്ല അതിൽ ലാസ്റ്റ് ഡയലോഗ് പറയുന്നുണ്ട്, മേരാ ദോസ്തി എന്താണ്, യു കുഡന്റ് ഹാൻഡിൽ മൈ ഫ്രണ്ട്ഷിപ്പ്, ഹൗ വിൽ യു ഹാൻഡിൽ മൈ എനിമിറ്റി. അടിപൊളി. ആക്ച്വലി ആ ആക്ടറും സൂപ്പർ. പുള്ളി മറ്റേ ഇതിലുള്ള വില്ലൻ ആക്ടർ വരുന്ന ആള് ഇതിലുള്ളതല്ലേ, നമ്മുടെ എന്താ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ജയദീപ് പഹ്ലാവത്തിന്റെ പാതാളോകിലെ നീരജ് കബി എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെ ആക്ച്വലി വ്യോംകേഷ് ബക്ഷി കുറെ കൂടി സ്പൈ ത്രില്ലർ ആക്കി ഇതിനകത്ത് അല്ലെ. മറ്റേത് സാധാരണ ഒരു ഷെർലക് ഹോംസ് രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സാധനത്തിനെ പിടിച്ചത്. അതേപോലെ എനിക്ക് ഈ യൂഷ്വലി ഹിന്ദി സിനിമയിലുള്ള ഡ്രോപ്പാണ് നാഷണലിസം. അതിന്റെ കുറച്ചും കൂടെ വേറെ നുവാൻസ്ഡ് വേർഷൻ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ലൈക്ക് നാഷണലിസം ഉണ്ട്, ഇന്ത്യൻ നാഷണലിസം ഉണ്ട്, ബംഗാളി നാഷണലിസം ഉണ്ട്, ബ്രിട്ടീഷ് ഒരു പ്രോ ബ്രിട്ടീഷ് സൈഡ് നിൽക്കുന്ന അലൈഡ്, കാരണം വേൾഡ് വാർ 2 ആണ്, വി ഹാവ് ടു പിക്ക് എ സൈഡ്. ജാപ്പനീസുകാരുടെ നിൽക്കുന്ന ഒരു ഫാക്ഷൻ ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ നിൽക്കുന്ന ഒരു ഫാക്ഷൻ ഉണ്ട്. ലൈക്ക് ദർ ഇസ് നോ വൺ റൈറ്റ് വേ എന്നുള്ളൊരു അന്ന് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഡിഫറൻസസ് കാണിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ഇവരുടെ കൂടെ നിന്ന് ജപ്പാൻകാരുടെ കൂടെ. ആക്ച്വലി അത് ദിവാകർ ബാനർജി അല്ലേ അത് മേക്കറുടെ ഗുണം തന്നെ. പനുരാഗ് ബസു ദിവാകർ ബാനർജിക്ക് ആണെങ്കിൽ കുറെ കൂടി ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടാ ചെയ്യാം. ചുമ്മാ ബ്ലൈൻഡ്ലി ഒരു സാധനം ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടി അവർക്കില്ല. പക്ഷെ സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ആയിരുന്നു. There comes മുല്ലക്ക് പുല്ലപ്പ് മല കംസ് ഔട്ട്. അത് നമുക്കൊരു സോ ഓക്കെ. വ്യോംകേഷ് ബക്ഷി ഫെലൂദയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ തിരിച്ച് മലയാളത്തിലേക്ക് പോണെങ്കിൽ പോവാം. സോറി, അതിനു മുമ്പ് ഈ വ്യോംകേഷ് ബക്ഷിയും ഫെലൂഡയും നമ്മൾ വായിക്കുമ്പം അതിന് ബംഗാളി കൾച്ചറിനെ കുറിച്ചൊരു ഇതുണ്ട്. നമുക്കത് വായിച്ചു കഴിയുമ്പം ബംഗാളിലെ അന്നത്തെ ഒരു സമകാലീനമായിട്ടുള്ള പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അറിവ് കിട്ടും. അവരുടെ കൾച്ചർ വളരെയധികം നന്നായിട്ട് ഇൻജക്ട് ചെയ്തേക്കുന്ന കഥകളാണ് ഇതെല്ലാം.
ഇഞ്ചെക്ട് ചെയ്യല്ല ചെയ്തേക്കുന്നത്, വളരെ ഓർഗാനിക് ആയിട്ട് അതിലേക്ക് ഇത് ഇമേഴ്സ്ഡ് ആണ്, അല്ലാണ്ട് ഒരു വളരെ വെറുതെ പ്രബുദ്ധരായ ഒരു ജനതയായിരുന്നു ബംഗാളീസ്. I always ജനം feel like, you know, നമുക്കുണ്ടല്ലോ. there are people who rebel without a cause. എനിക്കിപ്പോ ഒരു വിപ്ലവം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ വലിയൊരു സെന്റർ കൊൽക്കത്തയായിരുന്നു. പാകിസ്ഥാൻ മൂവ്മെന്റിന്റെ വലിയൊരു സെന്റർ കൊൽക്കത്തയാണ്. പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞപ്പം ബംഗാളി നാഷണലിസം തിരിച്ച് അതിന്റെ ഇടയ്ക്ക് യുണൈറ്റഡ് ബംഗാളി നാഷണലിസം ഉണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ കുറെ ബംഗാളി പൊളിറ്റീഷ്യൻസ് എല്ലാം കൂടെ ചേർന്ന് ഈ വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് പാകിസ്ഥാനും കൂടെ ചേർന്ന് യുണൈറ്റഡ് ബംഗാൾ ആക്കാൻ വേണ്ടി ഒരു നാഷണലിസം. ഇപ്പം എന്നിട്ട് ഇത് പാകിസ്ഥാന്റെ ഭാഗമായപ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി വേണം. ഇപ്പൊ ദേ വീണ്ടും ഏതാണ്ടൊക്കെ നടക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഇന്ന് അടി ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഭദ്രലോക് ഇവരുടെ ബുക്സ് എന്നാണ് ഞാൻ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു വ്യോമകക്ഷി ദി ഫസ്റ്റ് ബുക്ക് എന്നാണ് ഞാൻ ആക്ച്വലി ഒരു വലിയൊരു ചൈനീസ് കമ്മ്യൂണിറ്റി ബംഗാളിന്റെ ഹാർട്ട് ഓഫ് കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളത് അങ്ങനെ ഒരു ത്രൈവിംഗ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ കൊച്ചിയിൽ ഗോട്ട് ഗുജറാത്തി ഇതുണ്ട്, അതുമാരെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ രാജ്യങ്ങളെ കുറിച്ച് കാര്യമായിട്ട്, സ്റ്റേറ്റ്സിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ 200-year-old കമ്മ്യൂണിറ്റിയാണ്. വളരെ ഇൻഡക്റ്റീവായിട്ട് ഒരു ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് കുറച്ച് നാണം കെട്ട ചരിത്രങ്ങളും ഉണ്ട്. ലൈക്ക് 62 വാർ വന്നപ്പോൾ, ഇന്ത്യ ചൈന വാർ വന്നപ്പോൾ, വി റൗണ്ടഡ് അപ്പ് ഓൾ ദീസ് ഇൻഡോ ചൈനീസ് പീപ്പിൾ. നമ്മൾ പല പല ക്യാമ്പിലാക്കി. ലൈക്ക് ഇറ്റ്സ് നോട്ട് വെരി ഡിഫറെന്റ് ഫ്രം ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഓർ ദ ഇന്റർമെന്റ് ക്യാമ്പ്സ് ഇൻ US, ജർമ്മനി ഓർ ഗുലാഗ്സ് ഇൻ റഷ്യ. ഒരുപാട് ഫാമിലീസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു, ലൈക്ക് അവിടുത്തെ ഹാർഷ് കണ്ടീഷൻസ്, പ്യൂർലി ഓൺ ദ സസ്പിഷൻ ദാറ്റ് there could be a fifth column. നമ്മൾ മോശമായിട്ട് അവരെ ചെയ്തിട്ടുണ്ട്. ബട്ട് അഗെയിൻ ദിസ് ഇസ് most of these people are Indian citizens and they have been staying in India for over 200 years. അവർക്ക് ചൈനയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. They have a syncretic worship style of Hinduism blended with Taoism. Okay, back to the main story. Back to Malayalam. ബാറ്റൻ കുറിച്ച് എന്താണ് അഭിപ്രായം? ബാറ്റൺ ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അത് ഇൻവെസ്റ്റിഗേഷൻ അല്ലല്ലോ, കുറച്ചുകൂടി വയലന്റ് ത്രില്ലേഴ്സ് ആണ്, ആക്ഷൻ ത്രില്ലേഴ്സ്. മെഴുവേലി ബാബുജി, ബാറ്റൺ ബോസ് ഒക്കെ. പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് മനോരമയില്. ബാറ്റൺ ബോസ് ആണോ മറ്റേ ആരോപിക്കുന്നത് അതോ നേരെ തിരിച്ചാണോ എന്നറിയില്ല, വേറൊരു ആളാണോ എന്നറിയില്ല. ഒരു സ്റ്റോറി വന്നിരുന്നു. ഇതൊരു സീരിയൽ കില്ലറിനെ പറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കില്ലർ പുറകെയുണ്ട്. അപ്പോൾ എനിക്കൊരു സീൻ ഓർമ്മയുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു അടിമാലി എവിടെ കണ്ടാണ്, ഒരു അടിവാരത്തിൽ ചായക്കടയിൽ അതിരാവിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പുള്ളി എന്തോ സാധനം എടുത്ത് കടിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് എടുത്ത് കടിക്കുകയാണ്. ഇയാളുടെ പുറകെ ആളുണ്ടെന്ന് അറിയാം ഇയാൾക്ക്. പക്ഷെ ഇയാൾക്ക് കടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മനുഷ്യൻ്റെ വിരലാന്നുള്ള കാര്യം. പുള്ളി നേരത്തെ പറഞ്ഞ ഭക്ഷണം പറഞ്ഞ ഒരു ചായക്കടക്കാരൻ അയാളെയാണ് തട്ടിയിരിക്കുന്നത്. അയാൾ ഭക്ഷണം വെച്ചിട്ട് പോയത് ആളാരെന്ന് ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇയാൾ പുള്ളിയുടെ തോട്ട്സിലായിരുന്നു. ഇയാൾ ഓർഡർ ചെയ്ത സാധനം വന്നു, വാഴയിലയിലാണ് ഇത് കഴിക്കുന്നത്. അടുത്ത് വാല് വെക്കുമ്പോൾ ഒരു അരുചി, നമുക്ക് ഒരു പിക്ചർ കാണിക്കില്ലേ, അതൊരു എല്ലാ നോവലും ആ പിക്ചർ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ അരുചി തോന്നി. പുള്ളി എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നൊരു സംഭവം. ആ വിരലാണ്, ആ ചായക്കടക്കാരനെ കൊന്ന അയാളുടെ വിരലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇയാൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ കഥ അതിൻ്റെ പകുതിയോളം ആയി കഴിഞ്ഞപ്പോൾ ഒരു കത്ത് മനോരമയിലേക്ക് വന്നതും അവർ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. അതായത് ഈ കഥ എൻ്റെ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ നോവൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. എന്നിട്ട് ഒറിജിനൽ ഓഥറിനെ കൊണ്ട് അവരത് കംപ്ലീറ്റ് ചെയ്യിച്ചു 2-3 ലക്കങ്ങൾക്ക് ശേഷം. അത് അന്ന് വലിയ സംഭവമായിരുന്നു. അവരത് എനിക്ക് ഓർമ്മ മംഗളമാണോ മനോരമയാണോ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഈ 2 സാധനങ്ങളും വീട്ടിൽ വരുന്നതുകൊണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ലിസണേഴ്സിന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊരു ഹൂഡണ്ടിട്ടായിരുന്നു. ആക്ച്വലി എൻഡിങ് അതൊരു നമ്മുടെ
ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോ പോലെയായിരുന്നു എന്ന് പിന്നെ എനിക്ക് കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലായി. ഓക്കെ. എനിക്ക് ബാറ്റൻ ബോസിന്റെ ഇപ്പോഴും ഏതൊക്കെയോ ഇതില അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് പുള്ളി വളരെ ഡ്രമാറ്റിക് എഴുത്തായിരുന്നു. ഭയങ്കര ഡ്രമാറ്റിക് എഴുത്തായിരുന്നു. ഏതൊരു കഥയിൽ നായകന്റെ ജീപ്പിന്റെ ഒരു ഹെഡ്ലൈറ്റേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോ എന്നിട്ട് അതിലൊരു ഒരു 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 എപ്പിസോഡ് അവസാനിപ്പിച്ചത് വില്ലനായിട്ടുള്ള ആളിങ്ങനെ ഒരു പാലത്തിൽ നിൽക്കുന്ന, അപ്പൊ ഇരുട്ടത്ത് നേരെ ഒരു ജീപ്പ് വന്ന് നിൽക്കുകയാണ് അയാളുടെ. എന്നിട്ട് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിന്റെ ഒറ്റക്കണ്ണൻ ലൈറ്റ് തെളിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഭയങ്കര ഡ്രമാറ്റിക് സാധനമായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ബാറ്റൺ ബോസ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഇത് നോവലിന്റെ എൻഡിങ് ആണോ? അല്ല, നോവലല്ല, അത് ആ എപ്പിസോഡിന്റെ എൻഡിങ്. ഒരു എപ്പിസോഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മറ്റേ സിഡ്നി ഷെൽട്ടന്റെ മറ്റേ ആർ യു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് ആണെന്നറിയില്ല, ലേഡീസ് ഒരു വെതർ സാറ്റലൈറ്റിന്റെ കാര്യക്കഥ പറയുന്ന ബുക്ക്. അതിനകത്ത് ഇതുപോലെ ഒരു അസാസിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അസാസിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു സ്റ്റീലി ബ്ലൂ ഐസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റീൽ ബ്ലൂ ഐസ് അങ്ങനെയെന്നാണ് പറയുന്നത്, അയാളുടെ കണ്ണിൻ്റെ പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഇവള് ഈ മറ്റേ നായിക പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് പുള്ളിക്കാരി റെസ്റ്റോറൻറ്റിൽ വെച്ച് ആരോ പുള്ളിക്കാരിനെ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മറ്റേ അറ്റത്തെ ടേബിളിൽ ഒരാളിരിപ്പുണ്ട്. അയാളോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാളല്ല, പുള്ളിക്കാരി സഹായം ചോദിക്കാൻ വന്ന ആളാണ്. ബിക്കോസ് ഹീ ലുക്സ് അറ്റ് ഹർ വിത്ത് സ്റ്റീൽ ബ്ലൂ ഐസ്. ഫോൺ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് കൊടുക്കുന്നത്. പുള്ളി തന്നെ ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചൊരു ഇതിൽ നിർത്തിയിട്ടാണ് അത് എൻ്റെ ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ആ സംഭവം. അത് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ബുക്കിൽ നല്ലതായിട്ട്. ഇപ്പം മലയാളം ഞാൻ അധികം ഇൻവെസ്റ്റിഗേറ്റീവ് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൂടുതലും വിവർത്തനങ്ങളാണ് വായിച്ചിട്ടുള്ളത്. പക്ഷേ അടുത്തിടയ്ക്ക് വായിച്ചതിൽ എനിക്ക് ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ലാജോ ജോസിൻ്റെ ഹൈഡ്രാഞ്ചിയ വായിച്ചത്. ഹൈഡ്രാഞ്ചില്ല, കോഫി ഹൗസ്. ഹൈഡ്രാഞ്ചി ഇരിപ്പുണ്ട്. ഹൈഡ്രാഞ്ചി എനിക്ക് വായിക്കാൻ എനിക്ക് അങ്ങോട്ട് പോയില്ല അധികം. എനിക്ക് കോഫി ഹൗസ് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് പകുതിയായപ്പോൾ തന്നെ അതിൻ്റെ ആ ട്വിസ്റ്റ് മനസ്സിലായി. അതോടുകൂടി പിന്നെ എനിക്കതിൽ വലിയ കാര്യമായിട്ടൊന്നും പിന്നെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെ പിടിച്ചിരുത്താനും മാത്രം ഒന്നും തോന്നിയില്ല എനിക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇൻ്റർനാഷണൽ സാധനങ്ങളൊക്കെ വായിക്കുന്നതുകൊണ്ടായിരിക്കും ആ ലെവലിൽ അങ്ങ് പിടിച്ചിരുത്തിയെന്ന് തോന്നിയില്ല. എന്താണ്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ലാജോ ജോസിന്റെ ത്രില്ലേഴ്സ്? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എനിക്ക് റെസ്റ്റ് ഇൻ പീസ് ആണ് പുള്ളിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു. ഇറ്റ് ഇസ് ക്വൈറ്റ് വയലന്റ് ആൻഡ് വെരി ഡിസ്റ്റർബിങ്. പക്ഷെ റെസ്റ്റ് ഇൻ പീസ് ആയിരുന്നു എനിക്ക് പുള്ളിയുടെ ബുക്സിൽ വായിച്ചതിൽ ഇഷ്ടപ്പെട്ടത്. ഹൈഡ്രേഞ്ചിയ വാസ് ഓക്കെ. എനിക്ക് ഈ പറഞ്ഞ മാരെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ രസം പോയല്ലോ. റെസ്റ്റ് ഇൻ പീസ് നല്ലൊരു ട്വിസ്റ്റ് ഉള്ള ഒരു ബുക്കായിരുന്നു. ഇഷ്ടപ്പെട്ട ബുക്ക് അതാണ്. ഒരു എന്താ പറയാ, മൊണാസ്ട്രി കോൺവെന്റിൽ നടക്കുന്ന ഒരു മരണവും അതുമായിട്ടുള്ളൊരു ഇതാണ്. ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു ബുക്കാണ്. വായിക്കാൻ നല്ല. ഈ റെസ്റ്റ് ഇൻ പീസ് ഇല്ലേ, റെസ്റ്റ് ഇൻ പീസ് എനിക്ക് ആക്ച്വലി ലാജോ ജോസിന്റെ 2 ബുക്ക് വായിച്ചിട്ടുള്ളൂ. മൂന്നാമത് ഹൈഡ്രാഞ്ചി ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് അതാണ് പുള്ളിയുടെ എഴുത്തിൽ ഏറ്റവും ബെറ്റർ എന്ന് ആരോ പറഞ്ഞതുകൊണ്ട് മാത്രം എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ കോഫി ഹൗസ് ഒരു കൗതുകത്തിന് വേണ്ടി എടുത്ത് വായിച്ചതാണ്. അത് ആദ്യം വായിച്ചപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം ആ സമയത്ത് നമ്മളും പുസ്തകം എഴുതാനുള്ള ഒരു ശ്രമത്തിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് നോവൽ എന്ന് എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വായിച്ചത്. അപ്പോൾ വളരെ ഓർഡിനറി ആയിട്ടൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ പറയുന്ന ഹൈപ്പൊന്നുമില്ല. പറയുന്നത് കേൾക്കുന്നത് എൻ്റെ ലാജോ ജോസ് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി കുറേ കാലത്തിന് ശേഷം പുള്ളി ഒരു മലയാളം ക്രൈം ത്രില്ലറിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ ആകെ കണ്ടത് കോട്ടയം പുഷ്പനാഥ് മാത്രമാണ്. അപ്പോൾ ആ സ്പേസിലേക്ക് ഇദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് കോഫി ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ അതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നുള്ള സംഭവം നമ്മുടെ മുമ്പിൽ തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു. ആ ക്ലൂ എന്താണെന്നുള്ളത് അത് അവസാനം അതിനെ കണ്ടുപിടിക്കുന്നു. ആകെ അതിലൊരു നല്ല കാര്യം എന്ന് പറയാനുള്ളത്, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രാമ നടക്കുന്നില്ല. അതായത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്, പക്ഷേ അയാൾക്ക് ആ ശിക്ഷ നടപ്പാവുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, വായിച്ചിട്ടുണ്ടാവുമായിരിക്കും.
അങ്ങനെ ഒരു സംഭവത്തിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ആകെ ഒരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം വളരെ സാധാരണ എൻ്റെ എക്സ്പെക്റ്റേഷൻ കാരണമായിരിക്കാം. പിന്നെ ഈ കന്യാകുമാരി വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മുടെ മറ്റേ വിവാദങ്ങൾ ഉണ്ടാകുന്നത്, കന്യാസ്ത്രീ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ കന്യാമറിയം ഞാൻ അതല്ലേ ആ കന്യാമരിയ സോറി കന്യാമരിയ സോറി എനിക്ക് ബുക്കിന്റെ പേര് മാറിപ്പോയത്. RIP എനിക്ക് തോന്നുന്നു ഓൾഡ് ഏജ് ഹോമിന്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ This is the book വായിച്ചിട്ടില്ല. that I was talking about. ഇത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നും വന്നില്ല. ഹി പ്ലേഡ് ഇറ്റ് സേഫ്. ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ DC ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക. അതായത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ അത് ചിലപ്പോൾ പറഞ്ഞിറക്കിയതായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം ഒരു ഫുട് നോട്ട് പോലെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഇത് എന്തിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഇത് എഴുതിയത് എന്നുള്ള സംഭവം പറയുന്നത്. അതിന് ഇൻസ്പിറേഷൻ പറയുന്നത് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഒരു സിനിമ വന്നിരുന്നു, റാസി. അതിലെ ഒരു സ്ക്രീൻഷോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആക്ച്വലി അതായിരുന്നു കാരണം. അതായത് ആ ഫോട്ടോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി അത് എഴുതിയതെന്നാണ് പറയുന്നത്. അതായത് വിവാദത്തിൽ നിന്നല്ല തുടങ്ങിയതെന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇത് എൻഡ് ചെയ്തപ്പോൾ ആ തുടക്കമൊക്കെ മീൻസ് തുടക്കം തന്നെ ആ ബിൽഡപ്പ് ഒക്കെ അങ്ങ് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. മീൻസ് എൻ്റെ അഭിപ്രായം അതാണ്. കന്യാകുമാരിയെ വായിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വളരെ ഓർഡിനറി എൻഡിങ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. പക്ഷേ ദെൻ അഗെയിൻ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഈസി റീഡാണ്, ലൈറ്റ് റീഡാണ്, വായിക്കാൻ ഒരു സുഖമുള്ള സംഭവമാണ് ലാജോ ജോസിൻ്റെ. അത് പറയാതെ വയ്യ. ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ആ ഒരു ബിഷപ്പിന്റെ സ്റ്റോറി ആയിട്ട് ആണെന്നാണ് ഞാൻ പക്ഷേ വിചാരിച്ചത്. അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ആയിരുന്നില്ല അത്. വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് മഞ്ഞവെയിൽ മരണങ്ങൾ അത്യാവശ്യം നല്ലൊരു ഹൂഡനിറ്റ് എന്ന് റിയലി പറയാൻ പറ്റില്ലെങ്കിലും ഒരു ത്രെഡ് ഫോളോ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമായിരുന്നു. അത് അത്യാവശ്യം എനിക്ക് അന്ന് എൻജോയ് ചെയ്ത് വായിച്ചതായിരുന്നു. അറ്റ്ലീസ്റ്റ് പാർട്സ് ഓഫ് ഇറ്റ് വെർ വെരി എൻജോയബിൾ എന്നാണ് എനിക്ക് തോന്നിയത്. ആണ് അത് ഡെഫിനറ്റ്ലി അന്നത്തെ കാലത്ത് അഗൈൻ ഇറ്റിക്കോരയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയ ബുക്കാണല്ലോ അത്. അറ്റ്ലീസ്റ്റ് പബ്ലിക് ഇതില് ഫേമസ് ആയത് ഇറ്റിക്കോരയ്ക്ക് മുമ്പ് ഫേമസ് ആയ ബുക്ക് ഇതാണല്ലോ. ഡെഫിനറ്റ്ലി മെറ്റ് എക്സ്പെക്ടേഷൻസ് ആണ്. പക്ഷെ ഇതൊരു ക്രൈം ത്രില്ലർ ആണ്. പക്ഷെ അതിന് നമുക്കൊരു ക്ലോഷർ കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട് അതിന്റെ ബുക്കിന്റെ അവസാനത്തിൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. പുതിയൊരു എപ്പിസോഡുമായിട്ട് മലയാളം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിലേക്ക് വരാം. മലയാളമല്ല, എനിക്കൊന്ന് മറ്റു ലാംഗ്വേജസും ഉണ്ടാവും. അപ്പോൾ അതും കവർ ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു പോസ് എടുത്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് സന്ദീപ്, ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ് സൈനിങ് ഓഫ്.